Hello. Welcome to Chai Talks Being Curious with Swati. and Manju. ആ, അപ്പം ദിസ് ഹാസ് ബീൻ സോ ലോങ് അല്ലേ സ്വാതി? എനിക്ക് തോന്നുന്നു ഏപ്രിലാന്ന് തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് പോഡ്കാസ്റ്റ് ഇട്ടത്. ഇപ്പം മെയ് ജൂണും കഴിഞ്ഞു. ദിസ് ഇസ് ജൂലൈ. നിയർലി 3 months ന്റെ Yes. ഒരു ഡിഫറൻസ്, ഒരു ഗ്യാപ്പ് വന്നു. സോ വി ആർ എന്താ വി ആർ റീബൂട്ടിങ്, Yeah, we are റീസ്റ്റാർട്ടിങ് rebooting അവർ and we എപ്പിസോഡ്സ് are അഗെയിൻ. നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ വീണ്ടും taking a step. കാരണം നമ്മള് കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ബിസി ആയിപ്പോയി രണ്ടുപേരും. അപ്പൊ വി ആർ ടേക്കിംഗ് എ സ്മോൾ സ്റ്റെപ്പ്. ഞങ്ങൾ ഒരിക്കലും നമ്മള് എന്താ പറയാ ഇതിനൊരു ടാക്ടിക്സ് പോലെ കാണാതെ ഞങ്ങൾക്ക് മനസ്സും കൂടെ സെറ്റ് ആവുമ്പോ ഞങ്ങൾ റെക്കോർഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു അല്ലേ മിഥുൻസേ? അതെ അതെ അതെ, അതും കൂടെ നമ്മളെ പിന്നെ കഴിഞ്ഞ ഒരു വീക്കായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് ടെക്നിക്കൽ ഇത് കാരണം അതങ്ങ് ആയില്ല, അതങ്ങ് റെക്കോർഡ് ആവാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. സോ അതാണ് ഇത്. സോ റീസ്റ്റാർട്ടിങ് ചൈ ടോക്സ്, അതാണ് പ്രധാന വിശേഷം. പിന്നെ ദിസ് എപ്പിസോഡ് ഇസ് ബേസിക്കലി കാച്ചിങ് അപ്പ് വിത്ത് ഓൾ ദ 3 months അല്ലേ? കഴിഞ്ഞു പോയ ഒരു 3 മാസത്തെ ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ. ഇതാണ് ഇപ്പത്തെ ഒരു പ്രസന്റ് സ്വാതി മഞ്ജു തിങ്സ്, ചായ് ടോക്സ് തിങ്സ് എന്നൊക്കെ സംസാരിക്കുക. അതാണ് ഈ ഒരു എപ്പിസോഡില് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം സ്വാതിയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ സ്വാതി? എങ്ങനെയുണ്ട്? ഹൗ വാസ് നൗ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓക്കെ, ബേസിക്കലി മഞ്ജുസെ നമ്മളുടെ പറഞ്ഞു വരുമ്പോ നമ്മളുടെ ഒരു 6 months കൂടെ കഴിഞ്ഞല്ലോ. 2025 തുടങ്ങിയിട്ട് ഇപ്പൊ വി ആർ ഇൻ ടു ദ 7th month, ജൂലൈ. അപ്പൊ ഒരു 6 months കഴിയുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഭയങ്കര ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് ആസ് എ പേഴ്സൺ. എനിക്ക് തന്നെ എനിക്ക് തോന്നുന്നു ചായ് ടോക്സ് തുടങ്ങുന്നത് ഫെബ്രുവരിയിലാണ്. ആ ഫെബ്രുവരിയിലത്തെ സ്വാദ്യം മേ ബി ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സ്വാദ്യം, അതിപ്പോ സ്വാതി മാത്രല്ല മഞ്ജുവും നമ്മളെല്ലാവരും മാറുന്നുണ്ടായിരിക്കും മോളെ. തിങ്സ് നമ്മള് അധികം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളൊരു കാര്യമുള്ളൂ. അപ്പൊ അതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തൊരു കാര്യം. ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് അല്ല മഞ്ജുമസെ, പക്ഷെ നമ്മൾ പല കാര്യങ്ങളും ടു ഗെറ്റ് a clarity, അല്ലെങ്കിൽ ടു ബി പീസ് വിത്ത് മെനി തിങ്സ്. ഒരു കാര്യത്തിന്റെയും പുറകെ ഓടാതിരിക്കുക, ഒരു കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻസ് കൂടുതൽ 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 ചിന്തിച്ച് അതിനെ നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യാതെ ഓക്കെ ഇന്ന് അത്യാവശ്യം സമാധാനപൂർവമായൊരു ദിവസമായിരുന്നു, ഞാൻ ഇന്ന് കരഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ആവശ്യമില്ലാതെ ഐ ഡിഡ്ന്റ് പോണ്ടർ ഓൺ മെനി തിങ്സ് ദാറ്റ് മെയ്ഡ് മീ സാഡ്. Actually, I smiled today because of many reasons. I had people to talk with, I had people to go to. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് നമ്മള് ബുക്സിലൊക്കെ വായിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ ആക്ച്വൽ റിയൽ ലൈഫിൽ ഇതൊക്കെ പറയാൻ ഭയങ്കര സിമ്പിൾ ആണ്. അത് ശരിക്കും ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അയ്യാ എക്സാക്ട്ലി. എനിക്കിപ്പോ പല കാര്യങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡ് വെക്കാൻ പറ്റുന്നുണ്ട്. മേ ബി എന്റെ ഈ 6 months ഞാൻ പല കാര്യങ്ങളും നമുക്ക് തോന്നുന്നു നമ്മൾ ഏതൊരു എപ്പിസോഡിലൊക്കെ ഗ്രീഫിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ലെറ്റിംഗ് ഗോ. ഇതുകൊണ്ട് നമ്മുടെ ഏറ്റവും എല്ലാവരും ഡിസ്കസ് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ റെക്കമെൻഡേഷൻസ് ഒന്ന് അല്ലെ എപ്പിസോഡ്സിനേക്കാളൊക്കെ നമ്മളുടെ ആ ഒരു സ്പോട്ടിഫൈയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത എപ്പിസോഡ്സിനെ ഭയങ്കരമായിട്ട് നമുക്ക് അപ്രീഷിയേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അപ്രീസിയേഷൻ കിട്ടിയ എപ്പിസോഡാണ് ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ, റൈറ്റ്. അപ്പൊ ആ ഒരു എപ്പിസോഡിലൊക്കെ ഉണ്ടായിരുന്ന സ്വാതി എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഒരു പെയിൻ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു. പെയിൻ ഉണ്ടായെന്ന് വെച്ചിട്ട് വി ഹാവ് ടു ഡു അവർ ഡേ ടു ഡേ തിങ്സ്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നല്ല രീതിക്ക് തന്നെ ചെയ്യണം. പിന്നെ കുറെയൊക്കെ ഈ പറയുന്ന പ്രൊഫഷൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ കോളേജിൽ പോകുന്നു, കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുന്നു, അവരായിട്ട് നമ്മൾ ഇടപഴകുന്നു. ദർ ആർ സം തിങ്സ് ദാറ്റ് ഐ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഷുഡ് ഡു ഇറ്റ്. ഇന്ന് എനിക്കൊരു സങ്കടപ്പെട്ട ദിവസമാണ്, ഒരു കാര്യം ചെയ്യാം, കുട്ടികളുടെ ക്ലാസ്സിലൊന്നും പോവണ്ട, ഇന്ന് അവരൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കും. നമുക്ക് മാറി നിൽക്കാനുള്ള സ്പേസിലേക്ക്. അതുപോലെ മഞ്ജു മിസ്സിന് അതുപോലെയൊക്കെ തന്നെയായിരിക്കും. അതായത് തീസിസ് എഴുതുന്ന സമയത്ത് ഇന്ന് എനിക്ക് മൂഡ് അങ്ങനെ ശരിയല്ല, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഒരു ചാപ്റ്റർ അങ്ങനെ അല്ലേ. നമുക്ക് ചില കാര്യങ്ങള് അഡൾട്ട്ഹുഡ് അല്ലെങ്കിൽ നമ്മൾ മേ ബി 30s കടക്കുമ്പോൾ വരുന്നൊരു കാര്യം, വി പ്രയോറിറ്റൈസ് തിങ്സ് ദാറ്റ് റിയലി മാറ്റേഴ്സ്.
അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോ ഈ പറയുന്ന ഉം. ചില ചില കാര്യങ്ങൾക്ക് നമുക്ക് വി മേ നോട്ട് പേ അറ്റൻഷൻ ആൻഡ് അത് എവിടെയൊക്കെ ഫെയ്ഡ് ചെയ്യും. അതുപോലെ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് എവിടെയൊക്കെ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റും. മേ ബി റീഡിങ് എ ബുക്ക് ബിഫോർ വി ഗോ ടു സ്ലീപ്, മേ ബി വാച്ചിങ് എ റിയലി ഗുഡ് മൂവി, മേ ബി ഹാവിങ് എ റിയലി ഗുഡ് ചാറ്റ് വിത്ത് വൺ ഓഫ് യുവർ ഫ്രണ്ട്. അത് ഞാൻ പറഞ്ഞ ഇതൊക്കെ ഞാൻ ഫേക്ക് ചെയ്ത് നമ്മുടെ ചില ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ പറയില്ലേ യു ഷുഡ് അപ്രിഷിയേറ്റ് എന്നുള്ളതല്ല. ആക്ച്വലി ഞാനിപ്പോ അത് അനുഭവിക്കുന്നുണ്ട്. എത്ര കാലം എനിക്ക് അറിയില്ല, മേ ബി നെക്സ്റ്റ് മന്ത് എന്റെ മാറോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ കറന്റ്ലി ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ പോണേ. അപ്പൊ അതിനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു വേർഷൻ ഓഫ് സ്വാതി ഞാൻ എന്നോട് തന്നെ സ്വാതി എന്ന് പറയുന്ന ഒരു എന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ടാവല്ലോ, എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മേ ബി എന്റെ ബ്രെയിൻ ആയിരിക്കും, ഹാർട്ട് ആയിരിക്കും, whatever, എന്റെ സോൾ ആയിരിക്കാം, നമുക്ക് പല രീതിക്ക് അത് പറയാം. അപ്പൊ അത് എന്നെ അങ്ങനെ മോൾഡ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എനിക്ക് വിഷമങ്ങൾ ഇല്ലാന്നോ ഗ്രീഫ് ഇല്ലാന്നോ എന്താ പറയാ അല്ലെങ്കിൽ നോട്ട് ഗോയിങ് ത്രൂ എ ബാഡ് ഡേയ്സ് ഒന്നുമല്ല. ഐ ഡു ഹാവ് ഓൾ ദോസ് ഡേയ്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം എന്ന് പറയുന്ന ഒരു റൂളിക്ക് എവിടെയോ ഞാൻ മൈൻഡിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതാണ് മഞ്ജു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയല്ലോ. വാട്ട് അബൌട്ട് യു? ഐ തിങ്ക് യു ഓൾസോ ഒരു ഗ്രേറ്റ് ട്രാവലും കൂടെ മിസ്സിന് കഴിഞ്ഞല്ലോ. മെയ്യിലാണ് ടർക്കി ട്രിപ്പ് പോയത്. അപ്പൊ അതുൾപ്പെടെ ബാക്കി മിസ്സിന്റെ ലൈഫിൽ ഉണ്ടായ കുഞ്ഞു കുഞ്ഞു ചേഞ്ച്, വലിയ വലിയ ചേഞ്ചുകൾ എന്തൊക്കെയാണ് ഈ ഒരു 6 monthsല്? ഇത് സ്വാതി പറഞ്ഞ പോലെ തന്നെ ഞാൻ നമ്മള് യാത്ര ചെയ്തിട്ട് വരുമ്പോ ഇപ്പൊ ഞാൻ മെയ്യിലാണ് ടർക്കി പോയത്. എസ്പെഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങള് പോയത്. ഒന്ന് അതിനുള്ള പൈസ ഇതൊക്കെ സെറ്റ് ആക്കാന്ന് പറഞ്ഞു നിയർലി 1 ഇയറോളം സേവ് ചെയ്തിട്ടാണ് നമുക്ക് ആ പൈസയൊക്കെ സെറ്റ് ആയത്. പിന്നെ അതിന്റെ വിസ പ്രോസസ്സിങ് ഭയങ്കര ഭയങ്കര എക്സ്പെൻസീവും ആണ്. പിന്നെ ഇത്തിരി ടഫ് ആയിട്ടുള്ള പ്രോസസ്സും ആയിരുന്നു. വിസ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് ഇപ്പം ഷെങ്കൻ US വിസേനൊക്കെ വെച്ച് നോക്കുമ്പോൾ. എന്നാലും ഒരു ടൂറിസ്റ്റ് വിസ എന്നുള്ള രീതിയിൽ ഭയങ്കര കമ്പാരിറ്റീവ്ലി ഭയങ്കര ടഫ് പ്രോസസ് ആയിരുന്നു. പിന്നെന്താ, പിന്നെ ആ സമയത്തുണ്ടായിരുന്ന ഇൻഡോ പാക് വാർ കൊണ്ട് ടർക്കീനെ ആ സമയത്ത് എല്ലാവരും ബാൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും കൂടെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ടർക്കിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ, കുറെ കൺഫ്യൂഷൻസും പോണോ വേണ്ടയോ എന്നുള്ള അങ്ങനെ ഭയങ്കര വറി ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ടെൻഷൻ അടിച്ച് ആങ്സൈറ്റി അടിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത്. പകുതി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പോവാൻ ശരിക്കും. പിന്നെ ഓക്കെ ഇത്രയും പൈസ നമ്മൾ ഇതിൽ ഇട്ടു, ഇനിയിപ്പൊ അത് തിരിച്ചു കിട്ടൂല, എന്നാ പിന്നെ ഓക്കെ എന്തേലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പോയതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ്പെഷ്യലി ട്രാവൽ ഒക്കെ ചെയ്തിട്ട് നമ്മൾ വരുമ്പം ലൈക്ക് വെൻ വി മീറ്റ് അതർ പീപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു രാജ്യത്തിലുണ്ട്. എസ്പെഷ്യലി ഞാൻ അവിടെ ലൈക്ക് 1 day ഇൻ കപ്പഡോക്യ, ലൈക്ക് ഈ ഒരു 6 മാസത്തെ എന്റെ ഒരു ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേയ്സ്, മേ ബി ഇൻ ലൈഫ് ടൈം വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേയ്സ് ഞാൻ പറയും. ഒരു 1 day ഇൻ കപ്പഡോക്യ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കപ്പഡോക്യ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്ക് കണ്ടിരിക്കാന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ് ഉള്ള ഒരു സ്ഥലമാണ്. ഒരു ഭാഗത്തുനിന്ന് പോകുമ്പോ അവിടുത്തെ ആർക്കിടെക്ചർ ആണെങ്കിലും അവിടുത്തെ പല എന്താ പറയാന്നറിയില്ല, പല ആ ഒരു ലാൻഡ്സ്കേപ്പ് ഭയങ്കര ഡിഫറെന്റ് ആണ്, അതേസമയം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടെ. ഞാൻ ഇവിടുന്ന് പോയപ്പോ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഞാൻ പോയത് അവിടെ ഈ ഹോട്ട് എയർ ബലൂണിൽ കേറിയിട്ട് പോവാ എന്ന് പറയുന്ന ഒരു സംഭവം. അത് ഈ റീലിലൊക്കെ കണ്ട് അതിൽ പോകണമെന്നും പറഞ്ഞിട്ടാണ് അതില് കയറണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ടർക്കി ചൂസ് ചെയ്തതും കപ്പഡോക്യയിൽ പോകാൻ തീരുമാനിച്ചത്. പക്ഷേ മോർ ദാൻ ദാറ്റ് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. മോർ ദാൻ ദാറ്റ് നമ്മൾ അവിടെ ഒരു ഹോഴ്സ് റൈഡിങ് ഇതിന് പോയി. ഒരു റോസ് വാലി എന്ന് പറയുന്ന ഒരു വാലിയിൽ കൂടെ ഞാൻ ആദ്യം ഇതേപോലെ എല്ലാവരും പറയുന്നുണ്ട് യു ഷുഡ് ഗോ ടു ഹോഴ്സ് റൈഡിങ്. എൻ്റെ ഒരു അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് മാനുവൽ, അവൻ പറഞ്ഞു ചേച്ചി എന്താണേലും പോകണം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ മീറ്റ് ചെയ്ത ഒരു ഇന്ത്യൻ ഫാമിലിയിലെ അവരും പറഞ്ഞു നിങ്ങൾ എന്താണെങ്കിലും ഹോഴ്സ് റൈഡിങ്ങിന് പോകണം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ, നമ്മുടെ ഇവിടെയൊക്കെ ഹോഴ്സ് റൈഡിങ് എന്ന് പറയുമ്പം ഇപ്പൊ ഊട്ടിയിലും അവിടെ ഇവിടെയൊക്കെ എന്താ നമ്മളിങ്ങനെ കുതിരയുടെ പുറത്ത് കയറി ഒരു റൗണ്ട് ഇപ്പൊ ഒരു ഗ്രൗണ്ടിലൊക്കെ അടിച്ച് അങ്ങനത്തെ സെറ്റപ്പ് അല്ലേ നമ്മുടെ ഇവിടുത്തെ ഹോഴ്സ്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുന്ന ഒരു കുതിര ഒരു 2 റൗണ്ടും എല്ലാം എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി ഓടിച്ചിട്ട് നമ്മളെ തിരിച്ചു കൊണ്ട് ഇറക്കും എന്നുള്ള സെറ്റപ്പിനാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. എസ്പെഷ്യലി ഒരു ടൂറിസ്റ്റ് തിങ് ആവുമ്പോ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിക്ക്. പക്ഷെ ഈ വാലിയിലേക്ക്
ഈ ഒരു വാലി ഫുള്ള് ഹൈക്ക് ചെയ്ത് ഒരു കുതിരയുടെ മുകളിൽ കൂടെ ഹൈക്ക് ചെയ്ത് നമ്മൾ പോയി. അതിന്റെ മുകളിൽ ചെല്ലുമ്പോ അവിടെ ഒരു ചർച്ച്, ആ ഒരു ചർച്ച്, കുറെ ചെറിയൊരു ഷോപ്പും ഒരു കോഫി ഷോപ്പും ഒക്കെ ആയിട്ട് അവിടെ കുറച്ചു നേരം നിന്നിട്ട് നമ്മൾ വീണ്ടും ആ കുതിരയുടെ മുകളിൽ ഹൈക്ക് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു ഇതായിരുന്നു. Oh, ഇറ്റ് that's വാസ് nice. എന്തൊരു രസമായിരുന്നു എന്നറിയോ. ഒരു സൺസെറ്റ് ടൈമിലാണ് എന്റെ സ്വാതി പോയത്. എനിക്ക് 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 സന്തോഷം കൊണ്ട് ഭയങ്കരമായിട്ട് ഓവർവെൽഡ് ആയിരുന്നു. എനിക്ക് സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. കുതിരയുടെ കുതിരയുടെ പുറത്ത് പോകുന്നതിന്റെ അത് എക്സ്പീരിയൻസ് ചെയ്യണോ, ഇതിന്റെ മുകളിൽ വന്നതിന്റെ ഈ ഭംഗി എക്സ്പീരിയൻസ് ചെയ്യണോ, ഇത് ഫോട്ടോ എടുക്കണോ, വീഡിയോ എടുക്കണോ, ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും പോകുമ്പോ ആ റിയൽ ബീങ് പ്രസന്റിൽ Being എക്സ്പീരിയൻസ് present പോവല്ലേ. എന്ന് പക്ഷെ പറയുന്ന ഒരു വീഡിയോ സാധനം എടുത്തില്ലെങ്കിൽ പിന്നെ പോവും. എനിക്ക് ഓർക്കാൻ Yeah. അത് ഇങ്ങനെ അന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പോവല്ലേ. എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് എപ്പോ വരാനാ, എനിക്ക് എപ്പ ഇനി അങ്ങനെ എന്റെ ഒരു മെമ്മറി ആയിരിക്കില്ല, എനിക്കൊരു ഓർമ്മ. അങ്ങനെ ചെയ്യണോ എന്ന് മറ്റേ ബിന്ദു പണിക്കർ സിനിമയില് ഫ്രിഡ്ജ് എടുക്കണോ വാഷിംഗ് മെഷീൻ എടുക്കണോ എന്നും പറഞ്ഞ് ഓടുന്ന പോലെ അത്ര ഓവർവെൽഡ് ആയിട്ട് എന്ത് ചെയ്യണം ഞാൻ. ഇത് കളയാൻ പറ്റുന്നില്ല. ഈ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ പിടിച്ചു നിർത്തണം. ഇത് സമയം പോവരുത്. ആ ഒരു ഇതിങ്ങനെ നിർത്തണം എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഇങ്ങനെ നിക്ക. അങ്ങനെ ആ ആ ഒരു സൺസെറ്റിൽ ആ പോക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു സ്വാധീനം. ഭയങ്കര ഒരു സർറിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കരയുക എന്ന് പറയുന്നത് എങ്ങനെ പറയാ, കണ്ണി കൂടെ വെള്ളം മീൻസ് കുടുകുടു കരയുക എന്നല്ല, പക്ഷെ മനസ്സിലായി. നമ്മുടെ കണ്ണി കൂടെ ആ ഒരു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മൊമെന്റ്. ആ അതെ. അങ്ങനെ പോയി. അപ്പം ലൈക്ക് ആ ഒരു ഇതും ആ ഒരു മൊമെന്റും അത് കഴിഞ്ഞ് ആ ഒരു ട്രിപ്പും ഒക്കെ കഴിഞ്ഞ് വരുമ്പോ എന്റെ ആ ഒരു സമയത്താണെങ്കിൽ ലൈക്ക് എന്താ ഫുള്ള് എല്ലായിടത്തും ഇറ്റ്സ് നോട്ട് ഹാപ്പി ന്യൂസ്. കുറെ മോശം ന്യൂസുകളുടെ ഒരു സമയമായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്ന ഒരു മെയ് ജൂൺ ഫസ്റ്റ് വരെയൊക്കെ. കുറെ പ്രശ്നങ്ങള്, ന്യൂസ് ഒന്നും സന്തോഷമുള്ളല്ലേ. എസ്പെഷ്യലി ലോട്ട് ഓഫ് വാർസ് പല സ്ഥലത്തും. ഇൻഡോ പാക്ക്, ഇസ്രായേൽ, പലസ്തീൻ, അവിടെ ജീനോസൈഡ് നടക്കുന്നു. പിന്നെ അതിനിടയ്ക്ക് പല പ്രശ്നങ്ങള്, പല രീതിയിൽ പല വാർസ്. പിന്നെ അതല്ലാതെ നമ്മുടെ ഒരു പ്ലെയിൻ ക്രാഷ് സംഭവിച്ചത്. അങ്ങനെ വി വർ ഫീലിംഗ് എനിക്ക് ഭയങ്കര ഒരു മിക്സ്ഡ് ഫീലിങ്സും മിക്സ്ഡ് ഇതൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു അത്. ലൈക്ക് നമുക്ക് ഭയങ്കര ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരേ സമയം തോന്നുന്നുണ്ട്. നമുക്ക് എത്ര കാര്യങ്ങൾ മോശമായിട്ടൊക്കെ നടക്കുന്നു, എന്തൊക്കെയൊക്കെയോ നടക്കുന്നു. നമുക്കതിൽ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, അവര് മരിക്കുന്നു, വിശന്ന് മരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ നമുക്ക് വിഷമമുണ്ട്. നമുക്ക് പക്ഷെ ലൈക്ക് നമ്മള് അതേസമയം നമ്മുടെ സേഫ്റ്റിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വളരെ ഒരു സേഫ് സ്പേസിൽ, വളരെ ഒരു ലക്ഷൂറിയസ്, വളരെ ഒരു പ്രിവിലേജ് സ്പേസിൽ ഇരുന്ന് നമ്മൾ ഇതൊക്കെ കാണുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസും ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള ഇതും ഒരു കൈൻഡ് ഓഫ് ഫീലിങ്സിൽ കൂടിയാണ് ഞാൻ കുറച്ച് നാള് ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. പിന്നെ അതേസമയം നമ്മളിങ്ങനെ ലൈക്ക് എന്താ ശരിക്കും നമ്മൾ ആലോചിക്കില്ലേ, ലൈക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മള് എന്താണ് ഇങ്ങനെ ഡെയിലി ഇപ്പൊ ഒരു ജോലി ചെയ്യുന്നത്. ലൈക്ക് അങ്ങനെയല്ല, മീൻസ് ഈ ഓടുന്ന ഒരു ഇതുണ്ടല്ലോ, ലൈക്ക് ഒരു കോമ്പറ്റീഷൻ വിത്ത് അതേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സിൽ അതുണ്ട്. ഇത് എവിടുന്ന് ഞാൻ ഇംബൈബ് ചെയ്താന്ന് എനിക്കറിയില്ല. ലൈക്ക് ഒരു കാലത്ത് എന്റെ അച്ഛനും അമ്മ എന്നോട് നീ അടുത്ത ആളെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങണമെന്നോ അല്ലെങ്കിൽ അടുത്ത ആളെക്കാൾ അങ്ങനെ എന്നോട് ഇതുവരെ എന്റെ ലൈഫിൽ ആരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞ് ഓക്കെ ഇങ്ങനെ ചെയ്യണം എന്ന് ഇംബൈബ് ചെയ്തിട്ടുള്ളതല്ല. പക്ഷെ സംഹൗ ഐ ഗ്രാസ്ഡ് ദാറ്റ് ഫ്രം മൈ എൻവിറോൺമെന്റ്. എന്റെ സമൂഹത്തിൽ നിന്ന് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് എപ്പോഴും ഓക്കെ വേറൊരാള് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു എന്നൊരു സ്റ്റാറ്റസ് കാണും, ലൈക്ക് ഞാൻ വിചാരിക്കും ഓ വാട്ട് ഐ എം ഡൂയിങ് വിത്ത് മൈ ലൈഫ്, എന്താ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതിയിൽ ആ ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ട് എനിക്ക്. അത് ഇറ്റ്സ് ദേർ ഇൻ മൈ എന്താ ഇൻ മൈ ആക്ഷൻസ്, ഇൻ മൈ തിങ്കിങ്. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോ ഡി എൻ എയിലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് എനിക്കറിയില്ല. അങ്ങനെ വെക്കാം. എന്റെ അനിയത്തിക്കൊന്നും അത്ര ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല. അതെ അങ്ങനെ. സോ അറ്റ് സം പോയിന്റ് ഞാൻ വിചാരിച്ചു വേണ്ട ഈ ഒരു മേ ബി ഈ ഒരു റണ്ണിങ്, ഈ ഒരു റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കോൺഷ്യസ്ലി ഞാനത് ഐ ഷുഡ് അവോയ്ഡ് ദാറ്റ്. ഞാൻ കോൺഷ്യസ്ലി അത് മാറ്റണം. ഐ ഷുഡ് നോട്ട് ബി പാർട്ട് ഓഫ് ദിസ് റേസ് എന്ന് എനിക്ക് മനസ്സിലായ ഒരു സമയമാണ്. ലൈക്ക്
നമ്മുടെ ജേർണി അത് വളരെ സ്ലോ ആയിരിക്കാം. ബാക്കിയുള്ളവരുടെ വെച്ച് നോക്കുമ്പോ മേ ബി 7 ഫിഗർ സാലറിയോ അങ്ങനെ ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്ക് എന്താണോ ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ അത് ചെയ്യുക എന്നുള്ളതായിരിക്കും. ശരിക്കും ട്രാവൽ പോകുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് വീണ്ടും ട്രാവൽ പോകാൻ എനിക്ക് തോന്നും. അത് ഇപ്പം അത് ചെറിയതായിരിക്കും, ചെറിയൊരു ട്രാവൽ ആയിരിക്കും. നോട്ട് ലൈക്ക് വലിയ വലിയ ട്രാവൽ പോകണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. ചെറിയ ട്രാവൽ. ഇപ്പൊ നമ്മൾ അന്ന് കോട്ടയത്തിന് ട്രെയിനിൽ പോയത്, ലൈക്ക് നല്ല കോൺവെർസേഷൻസ്, നല്ലൊരു ചായ, കുറച്ച് ഗുഡ് ടൈംസ്, അതാണെങ്കിലും മതി. പക്ഷെ ലൈക്ക് സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു. ഓക്കെ, ഇനി ഒരു ട്രിപ്പ് ഒരു സ്ഥലത്ത് പോകുന്നത് അങ്ങനെയൊക്കെ ലൈക്ക് അങ്ങനെ. അപ്പൊ ആ ഒരു റേസിൽ നിന്ന് മാറി ശരിക്കും എനിക്ക് എന്താണ് വേണ്ടത് അത് ചേസ് ചെയ്യണം എന്നുള്ളൊരു ഇത്, ലൈക്ക് അതിന് കുറെ കൂടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു തോട്ടൊക്കെയാണ് ഈ ഇടയായിട്ട് എനിക്കുള്ളത്. അങ്ങനത്തെ ഓരോ തോട്ട്സ് ആണ് ഐ എനിക്കുള്ളത്. തിങ്ക് കുറച്ച് നമ്മുടെ സിമിലർ ആണ് ഭയങ്കര അല്ലേ? കൺഫ്യൂസിങ് ആണ്, ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അതെ 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 അതെ, കുറച്ച് സിമിലർ ആണ്. യെസ്. അതിപ്പോ എങ്ങനെയാ പറയാ, ഏകദേശം സ്വാതി അത് മേ ബി എന്നെക്കാളും കുറച്ചുകൂടെ ഒരു ഫ്രണ്ടിലേക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു കണ്ടന്റ് ഫേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ലൈക്ക് ഐ ആം മോർ ലൈക്ക് കോൺഷ്യസ്ലി ഡൂയിങ് ദാറ്റ്. കുറെ കൂടെ ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് ലൈക്ക് ഐ ആം സ്ലോലി മൂവിങ് ടുവേർഡ്സ് ദാറ്റ് എന്നുള്ളൊരു രീതിക്കാന്ന് തോന്നുന്നു. നമ്മൾ ആ ഒരു ചെറിയ പേസിന്റെ ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു. But I it's think been Manjunathന്റെ സ്റ്റാറ്റസ് good. ഞാൻ Yeah, കണ്ടിട്ടുണ്ടായിരുന്നു. good. പോസ്റ്റ് it was about this, right? You had put a post in your Instagram page, Manju S. Bhargaviയുടെ Instagram പേജില് you had put കുറെ Out നാളുകൾക്ക് of ശേഷമാണ് ഇതിനെക്കുറിച്ച് ഞാൻ എഴുതിയിരുന്നു സ്വാതി. കുറെ നാളിന് ശേഷമാണ് ഞാനത് പറയുകയും ചെയ്തു. ഭയങ്കര ലൈക്ക് ഐ ഓൾവേസ് ചെറിഷ് ഹർ റൈറ്റിംഗ്സ്. എന്താണ് അപ്പോ there was something that she was written, I mean she wrote about this. അതായത് ഈ പറയുന്ന പോലെ എന്താണ് ഈ റാറ്റ് റേസ് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി ലൈക്ക് ഞാൻ വിചാരിക്കും മിസ്സേ, നമ്മളുടെ ഹാപ്പിനെസ് നമുക്ക് എന്ത് വേണം എന്നുള്ളത് ചിലപ്പോ ഈ 100 പേർക്ക് വേണ്ട സാധനം ആവില്ല നമുക്ക് വേണ്ടത്. നമുക്ക് ചിലപ്പോ വേണ്ടത് ഈ പറയുന്ന 8 ഡിജിറ്റോ 10 ഡിജിറ്റോ സാലറി ആവില്ല. ചിലപ്പോ നമുക്ക് വേണ്ടത് ഒരു സമാധാനമായിട്ട് നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കൂടെയോ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിൾ. നേരത്തെ പറഞ്ഞത് എവിടം വരെ വന്നതാണോ എന്തോ അറിയില്ല. അല്ല ഇവിടെ പറഞ്ഞത് പറയാൻ പറ്റില്ല. ഞാൻ പറയാം, നമ്മൾ പറഞ്ഞത് ഇത് തന്നെ, നമ്മൾ ആ കണക്ഷൻ, ഹ്യൂമൻ ജെനുവിൻ കണക്ഷൻസ് എന്നൊക്കെ പറയും. ലൈക്ക് എനിക്ക് ലൈക്ക് ഐ ആം ഇനഫ് ഫോർ മീ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അതൊക്കെ ഒരു അത് ആക്ച്വലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നത് നമ്മളെ തന്നെ ഇഗ്നോർ ചെയ്യുന്ന സമയങ്ങളിലാണ് ഈ സെൽഫ് കെയറും സെൽഫ് ലവും ഒക്കെ ഇമ്പോർട്ടന്റ് ആവുന്നത്. പക്ഷെ അതൊരിക്കലും ഹൈപ്പർ ഇൻഡിപെൻഡൻസിയിലേക്കും ഒന്നും പോകാൻ പാടില്ല. ഹൈപ്പർ ഇൻഡിപെൻഡൻസി അല്ലെങ്കിൽ എനിക്ക് വേറെ ആരുമില്ലാതെ ലൈക്ക് ഐ വിൽ സർവൈവ് എന്ന് പറയുന്ന ഒരു തോട്ടിലേക്ക് പോകുന്നതിലേക്ക് എനിക്ക് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ലൈക്ക് വെൻ വി ഹാവ് എ ബാഡ് ഡേ, എനിക്കൊരു ബാഡ് ഡേ ഉള്ളപ്പോ ഐ ഷുഡ് ഹാവ് സമ്മൺ ടു കോൾ ആൻഡ് ടോക്ക്. ഇന്ന് എനിക്കൊരു മോശം ഡേ ആയിരുന്നടാ എന്ന് പറയാനും, അല്ലെങ്കിൽ നമ്മളോട് വഴക്കുണ്ടാക്കി എന്ന് പറയാനും, അല്ലെ സ്വാതി ഇന്ന് എനിക്ക് യു റിമെമ്പർ ഐ വുഡ് കോൾ യു ആൻഡ് ടെൽ ദാറ്റ് ഇന്നൊന്നും എഴുതിയില്ല സ്വാതി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറയൂലോ. അപ്പൊ സ്വാതി മിസ്സേ അത് വേണം. ഹ്യൂമൻ കണക്ഷൻസും ഹ്യൂമൻ ഇതൊക്കെ വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു ഹാവ് ദോസ് കണക്ഷൻസ്. നമ്മള് തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം അതായിരുന്നല്ലോ, അതായത് ഇറ്റ് ഇസ് നെവർ നൗ ഇറ്റ് ഇസ് നെവർ ലൈക്ക് why this person is not calling me, why this person is not still my friend. Rather it is much more of like നമ്മുടെ thought process മാറിയിട്ട് I have this person to call, at least I have this person to call, I have this person to go and say that you know what, I had a bad day. മിസ് പറഞ്ഞ പോലെ എനിക്കൊരു പൊട്ട ദിവസമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഞാനൊരു കമന്റ് കേട്ടു, എനിക്ക് ആ കമന്റ് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു കാര്യം പോലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നമുക്കൊരു മനുഷ്യനുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യന്മാരുണ്ട് എന്ന് പറയുന്നത്, അതെന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലേ?
അതെ അതെ യെസ്. അപ്പൊ അതാണ് ഒരു വൺ ടേക്ക് അവേ നമുക്ക് പറയാനുള്ളത്. പിന്നെ മിസ്സിന് വേറെ എന്താണ് ലൈക്ക് ഈ ഒരു 6 months നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി അടുത്ത 6 months മിസ് എങ്ങനെയാണ് ഈ ഒരു ജേർണി? പ്രസക്തിയില്ല, നമുക്ക് ഓരോ ദിവസവും ഓരോ ചാലഞ്ചസും ഓരോ സ്ട്രഗിളും ഒക്കെ തന്നെയായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ എം ജസ്റ്റ് ആസ്കിങ് യു, ജസ്റ്റ് ഇത് നമുക്കൊരു ചെറിയ, നമ്മൾ തന്നെ രണ്ടുപേരും റിഫ്ലക്ട് ചെയ്യുന്ന പോലെ നമുക്കൊരു ചെറിയൊരു ജേർണൽ എപ്പിസോഡ് പോലെ നമുക്ക് ഇത് ഇറക്കാം. അപ്പൊ നെക്സ്റ്റ് 6 months, ഈ 2025 കഴിയുന്നതിന് മുന്നേ എനിക്കറിയാം മിസ്സിന് അടുത്ത 6 മാസം ഹൗ ഡു യു സീ യുവർസെൽഫ് ഇൻ നെക്സ്റ്റ് 6 months? തീസിസ് അതെ, എടുക്കുന്നതിന്റെ ഇതാണ്. എനിക്ക് അപ്പൊ എനിക്കറിയാം 6 months ഒന്നല്ല സ്വാതി. എനിക്ക് 6 months ഒന്നല്ല, ലൈക്ക് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇസ് തീസിസ്. ഇറ്റ് ഷുഡ് ബി തീസിസ് റൈറ്റിംഗ്. അതല്ലാതെ വേറെ ഒന്നും ആവരുത് എന്നതാണ് അതിന്റെ പോയിന്റ്. പക്ഷെ ചില ദിവസങ്ങളില് ഇറ്റ്സ് ലൈക്ക് ലേസി മീ ആണ് മിക്ക ദിവസങ്ങളിലും. മോസ്റ്റ് ഡേയ്സും ഇറ്റ്സ് ദ ലേസി മഞ്ജു ആണ് കൂടുതലും. പ്രയോറിറ്റൈസ്ഡ് മഞ്ജു അല്ല. ബട്ട് ഐ ലൈക്ക് ഇറ്റ് വിൽ ഫോൾ ഇൻ പ്ലേസ് എന്നുള്ള ഒരു ഇതില് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു ദിവസം ഇപ്പൊ നമ്മള് ഓക്കെ ലേസി അടിച്ച് കളഞ്ഞു, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വീണ്ടും അതിനെക്കുറിച്ച് ഓർത്ത് ഗിൽറ്റ് അടിച്ചിരുന്ന് ഡാർക്ക് അടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. മേ ബി ലൈക്ക് ഗെറ്റ് ബെറ്റർ, ട്രൈങ് ടു ഗെറ്റ് ബെറ്റർ ഈച്ച് ഡേ, ട്രൈങ് ഡു അറ്റ്ലീസ്റ്റ് ബിറ്റ് മോർ. ഇപ്പൊ ഒരു ദിവസം ഒരു പേജാണ് വായിച്ചെങ്കിൽ അടുത്ത ദിവസം മേ ബി 2 പേജ് വായിക്കാനുള്ള ഒരു ശ്രമം. ആൻഡ് എനിക്ക് അറിഞ്ഞുകൂടത് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്ക് അറിയില്ല സ്വാതി. ഇത് എന്റെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ഫോർ മീ ഫോർ സംതിങ്. ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പാടാത്. അത് എങ്ങനെ പാടെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതിന്റെ പാടല്ല, എനിക്കിങ്ങനെ മെന്റലി എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ പുഷ് ചെയ്യണം, ഭയങ്കരമായിട്ട് പുഷ് ചെയ്യണം. അപ്പൊ എനിക്കറിയാം എന്റെ ഫ്രണ്ട്സ്, ഇപ്പൊ എന്റെ പാർട്ട്ണർ സന്ദീപ്, ഇഫ് യു വാണ്ട്സ് ടു ഗെറ്റ് സംതിങ് ഡൺ, അവൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈക്ക് കുറച്ചു നേരം ചെയ്യാ പോവാ, ലൈക്ക് ഇറ്റ്സ് വെരി ഈസി. അതിനകത്തൊരു മെന്റൽ ലോഡ് ഉണ്ടെന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നമുക്കറിയില്ല വേറെ ഒരാളുടെ ബ്രെയിൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് രേഷ്മ. രേഷ്മ അവർക്കാണെങ്കിൽ അവളാണെങ്കിലും നിതിൻ എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ, അവരൊക്കെ ഓക്കെ ദേ വാണ്ട് ടു ഗെറ്റ് സംതിങ് ഡൺ. ഓക്കെ അവർ ചെല്ലുന്നു, അത് ചെയ്യുന്നു. ഓക്കെ എന്താണ് ദ ബെസ്റ്റ് പോസിബിൾ വേ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിത് എത്ര പേർക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? എന്താ കാര്യം എന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇത് മടിയല്ലേ ചോദിച്ചാൽ ചിലപ്പോൾ മടിയായിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ എന്ത് ബ്രെയിൻ വയറിങ്ങിന്റെ ആണോ എന്തിന്റെ ആണോ ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ പുഷ് ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇരിക്കുമ്പോ എണീക്കണം, ഞങ്ങൾക്ക് തീസിസ് ചെയ്യണം, എണീക്കണം. അപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീക്കണം. ഓക്കെ എണീക്കും മഞ്ജു, എണീക്ക് എന്ന് പറഞ്ഞിട്ട് ഉന്തി എണീപ്പിക്കണം. പിന്നെ വന്നിരിക്കുക ലാപ്ടോപ്പ് തുറക്കും. അങ്ങനെ ലാപ്ടോപ്പ് തുറക്കണം. പിന്നെ ഇപ്പൊ നമ്മൾ ഇത് എടുത്ത PDF എടുത്ത് വായിക്കും. ഒരു പേജ് ഒക്കെ എടുത്ത് വായിച്ചപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. പ്രത്യേകിച്ച് ഫോണും സോഷ്യൽ മീഡിയ എന്നെ സംബന്ധിച്ച് വലിയൊരു ഡിസ്ട്രാക്ഷൻ. അപ്പോഴത്തേക്കും ഞാൻ ഫോൺ പിന്നെ അതിലേക്ക് തിരിച്ചു വരണം. ഓക്കെ വായിക്കണം, ഇനി ഇത് വായിക്കണം. ഓക്കെ വായിക്കും. അങ്ങനെ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ആ ഒരു മെന്റൽ പുഷിങ്, ഇത്രയധികം പുഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ബ്രെയിൻ അങ്ങ് ഡ്രെയിൻ ആവും. എനിക്ക് അറിഞ്ഞൂടെ അത് ഞാൻ കേൾക്കുന്ന ആർക്കെങ്കിലും ഫീൽ കേൾക്കുന്ന ആർക്കെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും പറയണം കേട്ടോ. സോ ഞാൻ മാത്രമല്ല ഇങ്ങനെ എന്ന് മേ ബി എന്റെ ഒരു സമാധാനത്തിന്. സോ അങ്ങനെ ഒരു ഇതുണ്ട് സ്വാതി എനിക്ക്. സോ പക്ഷെ ആ ഒരു ഇതിലും ലൈക്ക് ഐ ആം ട്രൈങ് ടു ഡു മൈ ബെസ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഇതിനകത്തെ കാര്യം. സോ തീസ് ആണ് 6 monthsലെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ ലൈക്ക് മേ ബി എനിക്ക് ചെറിയ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് യാത്ര പോകണമെന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ എവിടെയെങ്കിലും യാത്ര പോകണം എന്ന ആഗ്രഹമാണ്. നടക്കുമെന്നറിയില്ല. പിന്നെന്താ, ജനറലി ഐ വാണ്ട് ടു ബി മോർ ഇൻ
സാധ്യ പറഞ്ഞ പോലെ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കണം ഉം, എന്നുള്ളതാണ് എന്റെ ഉം, പ്രധാന ഇത്. പിന്നെ ഉം, എന്റെ ഇപ്പത്തെ ഒരു പ്രധാന കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് തീസിസ് റൈറ്റിംഗ് ഇസ് ദർ. ലൈക്ക് അതുപോലെ തന്നെ തീസിസ് റൈറ്റിംഗ് സബ്മിറ്റ് ചെയ്യുന്ന മേ ബി ഇൻ ഒരു 6 months അല്ലെങ്കിൽ ഒരു മേ ബി പോയാലും ഒരു 10 months എന്താണെങ്കിലും ഞാൻ സബ്മിറ്റ് ചെയ്യും. right. അപ്പം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉം, 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 ഇൻ ദ സെൻസ് അക്കാഡമി ചില ദിവസം തോന്നും അക്കാഡമിയെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ ഉം, എന്നുള്ളത്. കാരണം ഭയങ്കര അൺസർട്ടൺ ആണ് ഉം, ഇപ്പോൾ അക്കാഡമിക്സ് അല്ലെങ്കിൽ അക്കാഡമി, എസ്പെഷ്യലി ഫോർ ആൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉം. PhD Yeah. സ്റ്റുഡന്റ് എന്നുള്ള ഒരു രീതിയിൽ അതിന് കുറെ അൺസർട്ടനിറ്റീസ് ഉണ്ട്. ഉം, ആം, അങ്ങനെ ഒരു ഇതുണ്ട്. നീ സ്വിച്ച് ചെയ്യണോ, വേറെ എന്തെങ്കിലും ഇതിലേക്ക് സ്വിച്ച് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ, ഇനി മേ ബി റീലൊക്കേറ്റ് ചെയ്യണോ, ഇപ്പൊ നാട്ടിൽ തന്നെ നിന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാ, ഇപ്പൊ വേറെ എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്യണോ, അങ്ങനെ 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 കുറെ ലൈക്ക് വാട്ട് എന്താ ഫ്യൂച്ചറിലേക്ക് എന്താണ് എന്നുള്ള ഒരു 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 ആങ്സൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ആങ്സൈറ്റി ആയിട്ടില്ല എനിക്ക്. പക്ഷെ ചില സമയത്ത് ആ ഒരു തോട്ട് ഡിസ്റ്റർബ് എന്താണ് മുന്നിലേക്ക് എന്നുള്ളൊരു തോട്ട്. പിന്നെ then ഞാൻ എന്തെങ്കിലും ഉണ്ടാകും അല്ലേ, എന്തെങ്കിലും Yeah. എനിക്കായിട്ട് ഉണ്ടാകും എന്നുള്ള ഒരു അഷ്വറിങ് തോട്ടും ഒരു സൈഡിലുണ്ട്. സോ ആ ഒരു കാര്യം ഇസ് ദർ. അതുണ്ട് അവിടെ. സ്വാതിക്ക് എന്താണ് 6 മാസം എനിക്ക് കഴിയുമ്പം സ്വാതി? എനിക്ക് മിസ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ആഡ് ചെയ്യാണ്ട്. ഇതുകൊണ്ട് നമ്മൾ പേഴ്സണലി കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റിംഗ് ആണ്. ഇപ്പൊ മിസ് പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു അൺസർട്ടൻ ടൈംസ് വരും, അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോ എന്റെ ഒരു ബേസിക് ഫിലോസഫി ആണ്, ചിലപ്പോ പൊട്ടത്തരാവാം, പക്ഷെ ഇവിടെ എന്റെ ലൈഫ് എന്നോട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ വെച്ച് ഞാൻ പറയാണ്. സംടൈംസ് ലൈഫ് ടേക്സ് യു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ശരിക്കും കാലത്തിനറിയാം, കാലം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കണം എന്നുള്ളത് ലൈക്ക് കാലത്തിനറിയാമെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് ഐ എം നോട്ട് സേയിങ് അബൌട്ട് യൂണിവേഴ്സ്. ഞാനിവിടെ വേറെ ഒന്നും സ്പിരിച്വൽ ആയിട്ടൊന്നും അല്ല പറയുന്നത്. എവിടെയോ ടൈം നോസ് വേ വി ഷുഡ് ബി, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ആപ്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ആവാ എന്നുള്ളത് എനിക്ക് എവിടെയോ മഞ്ജു മിസ്സിനോട് ഞാനിത് പറയുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം, നമ്മൾ നമ്മളോട് തന്നെ നീതി പുലർത്തുക എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ നീതി പുലർത്തുക എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ബി ലൈക്ക് വാട്ട് യു ലവ്. ഇപ്പൊ മഞ്ജു മിസ്സിന് ഇഷ്ടം എഴുതുന്ന എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ, അതായത് മഞ്ജു മിസ്സിന്റെ ഒരു പാഷനോട്, ഞാൻ പറയുന്ന മഞ്ജു മിസ് തന്നെയല്ല, നമ്മളെല്ലാവരോടും നമ്മളോട് ഒരു പാഷനോട് കൂടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, ഞാൻ വിമലയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വളരെ ഒരു അബവ് ആവറേജ് സ്റ്റുഡന്റ്, അല്ലാണ്ട് ഞാൻ റാങ്ക് ഹോൾഡർ ആയിരുന്നില്ല. ഒരു അബവ് ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ക്ലാസ്സിലൊന്നും എന്താ പറയാ, ആരും ഇങ്ങനെയൊന്നും പറയില്ല, ഓയ്യോ സ്വാതി എന്ന് വെച്ചാ വേറെ ലെവലാ, അങ്ങനെയൊന്നും പറയില്ല. സ്വാതി ഒരു ടോപ്പ് 5-ലോ അല്ലെങ്കിൽ ടോപ്പ് 10-ലൊക്കെ മേബി വന്നിട്ടുണ്ടാവും. കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, മേ ബി എന്റെ ക്ലാസ്മേറ്റ്സിനേക്കാളും ഡിഫറെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ടോപ്പേഴ്സിനേക്കാളും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യം, കോൺസ്റ്റന്റ്ലി വായിച്ചിരുന്നു. ഈ വായന എന്ന് പറയുന്നത്, ഞാൻ പറയണപ്പോ നമ്മൾ കേട്ടിട്ട് വായിക്കണം എന്നുള്ളതല്ല ഞാൻ പറയണ, അതായിരുന്നു എന്റെ പാഷൻ. ടു റീഡ്, ടു നോ തിങ്സ് ഇൻ എ ബെറ്റർ വേ. ഗുഡ് റീഡ്സ് എടുത്തിട്ടും അവിടുന്ന് എടുത്തിട്ടും സജഷൻസ് ഒക്കെ നമുക്ക് വളരെ കുറവായിരുന്നു. അപ്പം എല്ലാ ദിവസവും വായിച്ച് ഐ അക്യുമുലേറ്റഡ് സംതിങ്. ലൈക്ക് എനിക്കും ഈ പറയുന്ന അൺസർട്ടനിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എപ്പോഴും ആ ഒരു പാഷനോട് ഞാൻ നീതി പുലർത്തിയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് PGക്ക് ചെല്ലുമ്പോഴാണെങ്കിലും, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഈ പറഞ്ഞ നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ JRF-നൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മളൊരു അക്കാഡമിക് സ്പേസിലേക്ക് കടന്നു. അപ്പോഴും പക്ഷെ ആ അക്കാഡമിക് സ്പേസും ഞാൻ എവിടെയോ എൻജോയ് ചെയ്തിരുന്നു. ആകെ ഞാൻ ഭയങ്കര മോശമായത്, ഞാൻ PhD സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്ന സമയത്താണ് ഐ ഗോട്ട് സോ ലൈക്ക് ഈ പറയുന്ന, ഇപ്പൊ മിസ് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വായിക്കാനും. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാണ്ട് എക്സോസ്റ്റഡ് ആവാം, അങ്ങനത്തെ ദിവസങ്ങളായിരുന്നു എനിക്ക്.
ലൈക്ക് ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് സം എസ്കേപ്സ്. മേ ബി എന്റെ ഫ്രണ്ട് ഞാൻ ചിലപ്പം ഒരു PDF വായിക്കുന്നതിന്റെ ഇടയിൽ ആരെങ്കിലും വന്ന് എന്റെ അടുത്ത് ചായ കുടിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ PDF വായിച്ചിട്ട് അത് നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോവാന്നുള്ളത് തീരുമാനം. ഞാൻ അങ്ങനെ സന്തോഷമായിട്ട് ലാപ്ടോപ്പ് അടച്ചു വെച്ച് അപ്പൊ ആ ഫ്രണ്ട് പറയും നീ എന്തോ വായിക്കായിരുന്നു. അത് കുഴപ്പമില്ല, അത് ചായ കുടിക്കാൻ പോകും. ചായ കുടിക്കാൻ പോകും. പക്ഷെ ഒരു 1.5 കൊല്ലം തോന്നുന്നു, അല്ലെങ്കിൽ 2 കൊല്ലം കറക്റ്റ് നോക്കുകയാണെങ്കിൽ 2 കൊല്ലം ഇൻക്ലൂഡിങ് കൊറോണ ടൈംസിലാണ് മേ ബി ഞാൻ ഈ പറയുന്ന എന്നോട് ഒരു നീതി പുലർത്താത്ത ഒരു ടൈം ഞാൻ വന്നിരിക്കുന്നത്. ലൈക്ക് PhD ഓക്കെ, PhD അവിടെ നടന്നോട്ടെ, ബട്ട് ഈവൻ PhDയോടും അധികം പുലർത്തിയിരുന്നില്ല. അതുപോലെ തന്നെ എന്റെ പേഴ്സണൽ റീഡിങ്സും ഫിലിം കാണൽ, ഇതൊക്കെയാണ് ഞാൻ ഈ പാഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് മനസ്സിലായി സ്വാതി. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു സ്പേസ് എനിക്കറിയില്ല. ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കോളേജ് എന്ന് പറയുന്നത് ലിറ്റിൽ ഫ്ലവർ കോളേജ്, എയ്ഡഡ് കോളേജ് ഗുരുവായൂർ എന്ന് പറയുന്ന കോളേജ്. ഈ പറയുന്ന പോലെ എന്താ പറയാ, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കോളേജ് ഒന്നുമല്ല. ഒരു സാധാരണ ഒരു എയ്ഡഡ് കോളേജ് ആണ് ഗുരുവായൂർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ലെഗസി ഒക്കെ ഉള്ള ഒരു കോളേജ് തന്നെയാണ്. പക്ഷെ അതെന്റെ ഒരു ഇടത്തിൽ തന്നെ എന്നെ ഇവിടെ കാലം കൊണ്ട് എത്തിച്ചു. ലൈക്ക് വാട്ട് ഐ വാണ്ടഡ് ടു ഡു അതെനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. മേ ബി ഒരു സോ കോൾഡ് പറയുന്ന ചില കോളേജുകള്, ഞാൻ പേരുകളൊന്നും എടുത്ത് പറഞ്ഞ് കോൺട്രവേഴ്ഷ്യൽ ആക്കുന്നില്ല, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം ഞാനായി നിൽക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ആസ് എ ടീച്ചർ, ഇങ്ങനെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് എ ടീച്ചർ ഞാൻ ഇപ്പോഴും 100% നീതി പുലർത്തുന്നതല്ല കേട്ടോ. ആസ് എ ടീച്ചർ ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഐ വിഷ് ഐ കുഡ് ഡു ബെറ്റർ ഇൻ മൈ ക്ലാസ്, ഐ കുഡ് സേ ബെറ്റർ തിങ്സ് ടു മൈ സ്റ്റുഡൻസ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് എന്റെ ഒരു സ്പേസും ഞാൻ എക്സാക്ട്ലി എന്താണോ എൻവിഷൻ ചെയ്തത് അതിന്റെ ഒരു പടിയിലാണ് ഞാൻ നിൽക്കുന്നത്. അത് മിസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഒരു ഗോൾഡ് മെഡൽ ഇല്ല, എനിക്ക് പറയാൻ ഒരു ഫസ്റ്റ് റാങ്ക് ഇല്ല, എനിക്ക് പറയാൻ ഒന്നുമില്ല. ദാറ്റ് വാസ് ഓൺലി ബിക്കോസ് ദാറ്റ് നീതി, ദാറ്റ് ജസ്റ്റിസ് ദാറ്റ് ഐ ഡിഡ് ടുവേർഡ്സ് മൈ പാഷൻ. ആ പാഷൻ നമ്മളെ എവിടെയോ കൊണ്ടെത്തിക്കും. എവിടെയാണെന്ന് അറിയില്ല. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഞാൻ ഡിഗ്രിക്ക് പോലും വന്ന് പഠിക്കാത്ത കോളേജാണ് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കോളേജ്. ഞാൻ വിമല കോളേജിൽ നിന്നാണ് എന്റെ ഡിഗ്രിയും PG ഒക്കെ ചെയ്തത്, ഡിസ്പൈറ്റ് എന്റെ വീടിന്റെ അടുത്തായിട്ട് പോലും. പക്ഷെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ആ ഒരു കോളേജ് എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ ഒരു കോളേജ് എന്നല്ല ഞാൻ പറയുന്നത്, എന്റെ ഫോർ മൈ ഗേൾസ് ഐ കുഡ് ക്രിയേറ്റ് എ സ്പേസ്. അതെനിക്ക് എവിടെ ഫീൽ ചെയ്യാണ്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇന്റർവ്യൂ ബോർഡോ ഒന്നുമല്ല. ദർ ഇസ് സംതിങ് എൽസ്. ലൈക്ക് ഇതൊക്കെ കുറച്ചൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, നമുക്ക് ഇപ്പോഴും ആൻസേഴ്സ് ഇല്ല. ബട്ട് ബിയോണ്ട് ഓൾ ദിസ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ്സ് ആൻഡ് all these things that is evaluating people, there is something else that is evaluating our efforts. എന്തൊരു സംഭവം ഉണ്ട്, നമ്മളുടെ കുഞ്ഞു എഫേർട്സിനും നമ്മുടെ കുഞ്ഞു പാഷനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്ന എന്തൊരു സംഭവം ഉണ്ട് ഈ ലോകത്ത്, ദാറ്റ് റിവാർഡ്സ് യു. അപ്പൊ അതാ എനിക്ക് മിസ്സിനോട് പറയാനുള്ളത്. യു ഡു ലൈക്ക് മിസ്സിന് എന്താണോ പാഷനറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും മിസ്സിനോട് ഞാൻ ഇങ്ങനെ 2 ദിവസം കൂടെ മുന്നേ നമ്മൾ വിളിച്ച സമയത്ത് ഞാനിപ്പോ ഗൈസ് ഒരു ആൻ പാച്ചറ്റ് എന്ന് പറയുന്ന ഒരു റൈറ്ററിന്റെ ഒരു ദിസ് പ്രഷ്യസ് ഡേയ്സ് അതിന്റെ എസ്സേ കളക്ഷൻ വായിക്കുന്നുണ്ട്. ഒന്നുമില്ല, എനിക്ക് ആ റൈറ്ററിനെ കുറിച്ച് ഒന്നും അറിയില്ല. ആ റൈറ്റർ, ഞാൻ ഒന്നാമത് അങ്ങനെ എസ്സേ കളക്ഷൻസ് വായിക്കുന്ന ഒരാളല്ല, ഓൾവേസ് ഇൻ ടു ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് ഫിക്ഷൻ ആൻഡ് ഓൾ. ബട്ട് ഫോർ സം റീസൺ ഐ സ്റ്റാർട്ടഡ് ടു റീഡ് ദിസ് എസ്സേ കളക്ഷൻ. എനിക്ക് തോന്നുന്നു അഗെയിൻ ചലച്ചിത്ര ടോക്സിലെ നമിത ഡൂബെ എന്ന് പറയുന്ന ആ ഒരു ഇൻഫ്ലുവൻസറുടെ എപ്പിസോഡ് കണ്ടിട്ടാവും ഐ ഗോട്ട് സോ ലൈക്ക് ഓഹോ എന്നാ പിന്നെ ആ ഒരു സ്ട്രീമിലും കൂടി ഇന്ന് തലയിട്ടേക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ എസ്സേ കളക്ഷൻ. അപ്പൊ നോക്കി വരുമ്പോ എന്താ ഇവർ എഴുതുന്നത്, ഇപ്പൊ മഞ്ജു മിസ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ എഴുതുന്നത്, അല്ലെങ്കിൽ യു റൈറ്റ് അബൌട്ട് പീപ്പിൾ ഫോർ അവരുടെ ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ആയി ഇടുന്നതും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഇവരൊന്നും അറിഞ്ഞിട്ടല്ല, മഞ്ജു മിസ്സിന്റെ ലൈഫിലെ പലവരെയും ഒന്നും എനിക്ക് അറിഞ്ഞിട്ടല്ല. ബട്ട് യു ഫീൽ യു നോ ദീസ് പീപ്പിൾ, സോ യു ഹാവ് ദ ടാലന്റ് ഇൻ ദാറ്റ് അല്ലേ. അപ്പം അതിനോട് എനിക്ക് തോന്നുന്നു മിസ് നീതി പുലർത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ മിസ് എവിടെയാണ് എത്തിച്ചേരേണ്ടത് അവിടെ മിസ് എത്തിച്ചേരും. അത് മിസ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്റെ കേസിൽ മാത്രമല്ല. I think that is the basic rule, I guess. What do you feel?
വി ഷുഡ് വർക്ക് ടുവേർഡ്സ് ആ ഡ്രീം എന്ന് പറയുന്ന ഞാൻ പോലെ. പാർട്ട്ലി എഗ്രി ചെയ്യുന്നു, ഞാൻ പാർട്ട്ലി എഗ്രി ചെയ്യുന്നു, പാർട്ട്ലി ഡിസഗ്രി ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ അതിലേക്ക് ഇതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഒരു കാര്യത്തെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് സ്വാതി പറയുന്ന ആ ഒരു മിസ്റ്റീരിയസ് സംതിങ് വിൽ റിവാർഡ് us എന്ന് പറയുന്നത് ലൈക്ക് ഇൻ സം കേസസ് അത് സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ഇൻ സം കേസസ് എനിക്ക് അങ്ങനെ തോന്നി, എനിക്കത് സത്യം തോന്നിയിട്ടില്ല. ലൈക്ക് ഐ ഹാവ് സീൻ റിയലി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ, മീൻസ് റിയലി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ, ലൈക്ക് അതേപോലെ ലൈക്ക് ഫ്രം പ്യുവർ ലൈക്ക് അങ്ങനെ മനസ്സിലൊന്നും ഒരു മോശം ചിന്തയൊന്നും ഇല്ലാത്ത ലൈക്ക് പ്യുവർ ഫ്രം ഹാർട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദേ ആർ ഹാവിങ് എ വെരി ഷിറ്റി ലൈഫ് ആൻഡ് ചില സമയത്ത് എനിക്ക് തോന്നും ദേ ഡോണ്ട് ഡിസേർവ് ദാറ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ സംടൈംസ് ഐ അഗ്രി, ലൈക്ക് ഞാൻ പലപ്പോഴും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ലൈഫ് ഇസ് അൺഫെയർ ടു സർട്ടൻ ഹ്യൂമൻ ബീങ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ പകുതി ഞാൻ അഗ്രി ചെയ്യുന്നു, പകുതി ലൈക്ക് ഐ ഡോണ്ട് അഗ്രി ടു ദാറ്റ്. ഞാൻ ഇതിനെ കുറിച്ച് ഞാനും ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ പകുതി ഇതേപോലെ തന്നെ പകുതി ഞാൻ എഗ്രി ചെയ്യുന്നു, പകുതി ഞാൻ എഗ്രി ചെയ്യുന്നില്ല. ലൈക്ക് എനിക്കതിനകത്ത് കൃത്യമായിട്ടൊരു ഉത്തരം ഇല്ല. അതാണ് അതിന്റെ കാര്യം. അത് മിസ് പറഞ്ഞത് അതും ഒരു പോയിന്റ് ആണ്. കാരണം ഈ പറഞ്ഞ പോലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ്, ഇതിപ്പോ ഞാൻ പറഞ്ഞത് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. പക്ഷെ there are people who are actually ഈ പറയുന്ന ഈക്വലി അവർ പാഷനറ്റ് ആയി വർക്ക് ചെയ്തിട്ടും അവർക്ക് കിട്ടേണ്ട ഒരു ഡ്യൂ മേ ബി സൊസൈറ്റി അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെ? ദ ഡ്യൂ ഓഫ് വാട്ട് ദേ ആർ സപ്പോസ് ടു ഗെറ്റ് എന്നുള്ളത്. പക്ഷെ നമുക്ക് തൽക്കാലം ഇപ്പൊ ഇങ്ങനത്തെ റൂള് നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ദാറ്റ് വിൽ മേക്ക് us ഫീൽ ബെറ്റർ. അതായത് നമ്മള് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം മിസ് പറഞ്ഞോ മിസ്. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ മിസ് എഴുതാ എന്ന് പറയുന്നത് മിസ് എവിടെയോ മിസ്സിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് ഓർഗാനിക്കലി വരുന്നതും കൂടിയാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഓർഗാനിക്കലി ഇപ്പൊ ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടല്ലല്ലോ. ഇപ്പൊ എനിക്കൊരു ആവശ്യമില്ലല്ലോ ഈ എസ്സേ കളക്ഷൻ വായിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അത് ഓർഗാനിക്കലി എന്റെ ഉള്ളില് വയേർഡായി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ നന്നായി എഴുതുന്ന ഒരാളല്ല. ലൈക്ക് ഐ മേ റൈറ്റ് അബൌട്ട് ബുക്സ് ആൻഡ് ഓൾ, ജസ്റ്റ് ഒരു 2-3 ലൈൻസ് എഴുതും, അല്ലെങ്കിൽ റാൻഡം കുറച്ച് തോട്ട്സുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ എഴുതിയിടുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, യു ഹാവ് ദറ്റ് സോർട്ട് ഓഫ് ഒരു കാപ്റ്റിവേറ്റിംഗ് ഒരു സ്കില്ലുണ്ട്. അപ്പൊ മിസ് ആ സ്കില്ലിനെ പോളിഷ് ചെയ്യും തോറും അതർ വിൽ ഹാപ്പൻ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മിസ് തന്നെയല്ല ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരുടെയും കേസിൽ കേട്ടോ. അത് ഞാൻ പറയുന്നത് അത് വലിയൊരു കാര്യം ആവണം എന്നല്ല. മേ ബി ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് വി മേ ഗെറ്റ് ഒരു വലിയ ഒരു പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ ജോലി അങ്ങനെയല്ല സ്വാതി. ലൈക്ക് അൾട്ടിമേറ്റ്ലി ഇപ്പൊ സ്വാതി പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഇപ്പൊ ഈ രണ്ട് എക്സ്ട്രീംസ് ആണല്ലോ. ഒന്ന് അതിൽ നമ്മൾ എന്ത് നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഐദർ വി ക്യാൻ ചൂസ് ഹോപ്പ്. അതെ, either we can choose hope, like if I work passionately towards something will reward me എന്ന് പറയുന്ന ഹോപ്പിനെ ചൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ലൈഫ് ഈസ് അൺഫെയർ, ഓക്കെ ലെറ്റ് ഇറ്റ് ബി എന്ന് പറയുന്ന ഒരു നിസ്സംഗതയോ അല്ലെങ്കിൽ എന്താണോ ആ ഒരു ഇതിനെ ചൂസ് ചെയ്യാം. ലൈക്ക് വാട്ട് എവർ ദാറ്റ് ഗിവ്സ് us peace, it works for them, അല്ലേ? What works for you works for you, what works for me works for me. Yeah, exactly right. അതിന് ചിലപ്പോ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതായിരിക്കും വർക്ക് ചെയ്യുക. എന്നെ സംബന്ധിച്ച് മോസ്റ്റ് ഓഫ് ദ ടൈം കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും വർക്ക് ആവാറുള്ളത്. ആ ഒരു സ്റ്റേജിലാണ്. എനിക്ക് എന്റെ ഒരു മെക്കാനിസം ഞാൻ പറഞ്ഞോട്ടെ മിസ് ഇതിന്റെ ഇടയില്. ഇത് നമുക്ക് 2 പാർട്ട് സീരീസ് പോലെ വേണമെങ്കിൽ ഇളക്കാം. അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് സ്ട്രെസ് പറ്റില്ല. എനിക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് എന്റെ ഫുൾ മെക്കാനിസത്തിന് അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അത് നെഗറ്റീവും കൂടി ആണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾസ് പറയാം. ഈവൻ ഈ നാളെ എക്സാം ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ബേസിക് സ്ട്രെസ് ഇല്ലേ, അതുപോലും എനിക്ക് എടുക്കുന്നത് ഇഷ്ടല്ല. നാളെ എക്സാം ആണെന്ന് വെക്കി,
ഓക്കെ, നാളെ ഇപ്പൊ എക്സാം ആണ്. അപ്പൊ എന്റെ ഫുള്ളും ചുറ്റുമുള്ള ഫ്രണ്ട്സ് ഒക്കെ, ഒരു ഫ്രണ്ടൊക്കെ ഛർദ്ദിക്കാൻ വരുന്നു, ഒരു ഫ്രണ്ടൊക്കെ രാത്രി മൊത്തം ഇരുന്ന് പഠിക്കുന്നു, ഒരു ഇതാക്കുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു എനിക്ക് എന്തോ നാളെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ഞാൻ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മീ എഫക്ട് മൈ ലൈഫ്, ആ തോട്ട് എനിക്കത് ഇഷ്ടല്ല. എനിക്ക് അങ്ങനത്തെ തോട്ട് എനിക്ക് വരുന്നത് ഇഷ്ടല്ല. റാദർ ഞാൻ അതിനെ കാണാറ്, ഓക്കെ നാളെ എക്സാം ആണ് ആൻഡ് ദിസ് ഇസ് വൺ ഓപ്പർച്യൂണിറ്റി വേർ ഐ കൻ ജസ്റ്റ് എക്സ്പ്രസ് മൈ സെൽഫ്. ക്ലാസ്സിലൊന്നും എനിക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടാറില്ല. അപ്പൊ എനിക്ക് എന്റേതായ കുറച്ച് ഇമാജിനേഷൻ വെച്ച് എനിക്ക് പലതും ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ ബ്ലണ്ടർ ആയിരിക്കും, പക്ഷെ ദിസ് ഇസ് ഹൗ ഐ വർക്ക്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ആൻഡ് ഐ യൂസ് ടു മേ ബി വാച്ച് ഗെയിം ഓഫ് ത്രോൺസ് ഓർ സംതിങ്. ഞാൻ ഗെയിമിംഗ് ആ സമയത്ത് എനിക്ക് ഇപ്പോൾ PG എക്സാം, നമുക്ക് ഡിഗ്രി സമയത്തൊന്നും നമുക്ക് അങ്ങനത്തെ ആക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. PG സമയത്തൊക്കെ ഐ യൂസ് ടു വാച്ച് ദിസ് ഗെയിം ഓഫ് ത്രോൺസ് ആൻഡ് ഓൾ. ആൻഡ് മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് യൂസ് ടു കം ആൻഡ് റിയലി കണ്ടംപ്റ്റ് മീ. എന്താ നീ തീരസി, അവർക്ക് ഞാൻ ഭയങ്കര പുലിയായിട്ടല്ല, പക്ഷെ അവർക്ക് മേ ബി എന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോ അവര് ദേ ആർ ലൈക്ക് എന്താ അഹങ്കാരം അവളീ കാണിക്കുന്നത്. പക്ഷെ സംഭവം വെച്ചാൽ ഞാൻ സൈഡിൽ കൂടെ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ എന്റെ സ്ട്രെസ്സിനെ ഞാൻ ഇത് ചെയ്യാനായിട്ട് ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എന്റെ സ്ട്രെസ്സിനെ രീതിയാണത്. യെസ്, എന്റെ സ്ട്രെസ്സിനെ കളയാൻ വേണ്ടി ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കാണ്ട് ഞാൻ ഗെയിം ഓഫ് ത്രോൺസ് കാണില്ല. മനസ്സിലായില്ലേ? ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഗെയിം ഓഫ് ത്രോൺസിന്റെ എപ്പിസോഡിന്റെ സൈഡിൽ കൂടെ ഞാൻ എന്തെങ്കിലും വായിക്കും. അതായത് എനിക്കൊരു കാര്യം, നാളെ നീ ഇത് ചെയ്തില്ലെങ്കിൽ നിന്റെ ലൈഫ് എഫക്റ്റഡ് ആവും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനത്തെ ഒരു കണൻഡ്രം എന്റെ ലൈഫിൽ എനിക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് എന്റെ ഒരു നെഗറ്റീവും കൂടിയാണ് മിസ്സേ. ഇറ്റ്സ് കൈൻഡ് ഓഫ് മൈ നെഗറ്റീവ്. കാരണം അത് കാരണം ഈ കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിലാണ് നമുക്ക്, കാരണം ഞാൻ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു എക്സ്ട്രോർഡിനറി മാർക്ക് സ്കോറിംഗ് പേഴ്സൺ ആയിരുന്നില്ല. വേറാസ് ഇപ്പൊ എന്റെ ഫ്രണ്ട് ഷാരി, ഷി വാസ് ലൈക്ക് ദി ബെസ്റ്റ്. അവള് അത്ര അടിപൊളി. ഞങ്ങൾ രണ്ടുപേരും ഈക്വലി ഞങ്ങള് എന്താ പറയാ അക്കാഡമിക്കലി ഞങ്ങള് റിവാർഡ് ചെയ്യുന്ന രണ്ടാൾക്കാരാണ്, അപ്രീഷിയേറ്റ് ചെയ്യുന്ന രണ്ടാൾക്കാരാണ്. പക്ഷെ അവള് ഫാർ മോർ സിസ്റ്റമാറ്റിക് ആയിരുന്നു. അവള് ഫാർ മോർ, അവൾക്ക് എടി പെണ്ണെ എന്തെങ്കിലും വായിക്കടി എന്ന് പറഞ്ഞ് അവളെന്നെ ചീത്ത പറയും. ഞാനിരുന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഏതൊരു എക്സാമിന്റെ തലേദിവസം ഞാൻ പഠിച്ചിട്ടുണ്ടാവും. മീൻസ് ഞാനിങ്ങനെ ഡീപ്ലി അതിനെ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഞാനിരുന്ന് ഫെയർവെൽ ടു ആംസ് വായിക്കായിരിക്കും. അപ്പൊ അവള് വന്ന് എന്നെ ചീത്ത പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇരുന്ന് വായിക്കടി എന്ന് പറഞ്ഞിട്ട് അവളെന്നെ ചീത്ത പറയും. അപ്പൊ പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഇസ് ഹൗ ഐ ഓപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പം എനിക്ക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ്, പിന്നെ ഞാൻ മിസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ട്രിപ്സിന് പോകുമ്പോഴൊക്കെ ഞാൻ ഐ ഹോപ്പ് ഇതെന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ എന്റെ കസിൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ആരോടൊന്ന് ഷെയർ ചെയ്യാൻ നിൽക്കണ്ട. അതായത് ഞാൻ പല ട്രിപ്സും ചിലപ്പോൾ എന്റെ പാരന്റ്സിന് കൂടെ ഞാൻ ഡീറ്റെയിൽസ് ചിലപ്പോൾ കൊടുക്കണം എന്നില്ല. കാരണം എനിക്ക് ആ സ്ട്രെസ് എടുക്കാൻ ഇഷ്ടമല്ല. അവർ ഓൾറെഡി സ്ട്രെസ്ഡ് ആവും. അപ്പൊ പിന്നെ എനിക്ക് ആ സ്ട്രെസ് എടുത്ത് അത് എക്സ്പ്ലെയിൻ, എനിക്ക് സ്ട്രെസ് എന്തോ ഫോർ സം വിയർഡ് റീസൺ എനിക്ക് സ്ട്രെസ്സിനെ കൂട്ടുപിടിക്കാൻ അറിയില്ല. അതെന്റെ നെഗറ്റീവ് ആയിരിക്കും. എനിക്ക് സ്ട്രെസ് വേണ്ട. എനിക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്റെ ഈ വേർഷൻ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഈ വേർഷൻ ഈ മറ്റേ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ആകുമ്പോ മറ്റേ ഗ്ലിച്ചസ് ഒക്കെ വരില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആയി പോവാ, ഇടയ്ക്കിടയ്ക്ക് മറ്റേ റീസ്റ്റാർട്ട് ആവാ, അങ്ങനെയൊക്കെ ചില ഫോൺസിലൊക്കെ സംഭവിക്കില്ലേ, അതുപോലെ ആവും ഞാന്. അത് എനിക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടന്ന് ഫുൾ ടൈം ഉറങ്ങണം. അതാണ് എന്റെ ഒരു സ്ട്രാറ്റജി. ലൈക്ക് അത് എനിക്ക് ഭയങ്കര ഇപ്പോഴും ഓർമ്മയുണ്ട്. PG പ്രൊജക്ടിന്റെ സമയത്തോ ഡെസർട്ടേഷന്റെ സമയത്ത് എന്തോ മാം എന്നോട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, ലൈക്ക് സ്വാതിയുടെ കുറെ മിസ്റ്റേക്സ് ഉണ്ട് PGയുടെ അതിന്, സോ സ്വാതി അത് വർക്ക് ചെയ്യണം, അത് ചെയ്യണം ഒക്കെ എല്ലാം കൂടെ മിസ് ഒരുമിച്ച് വന്നിട്ട് പറഞ്ഞു യു ഹാവ് ടു സബ്മിറ്റ് ഇറ്റ് ബൈ ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സ്ട്രെസ് തന്നു. അതുകൊണ്ട് ഞാനപ്പോ എനിക്ക് വേറെ ഒന്നും പിന്നെ തലയിൽ കൂടെ ഓടില്ല. Then the next step is like sleep for 2-3 hours. ഒരു 3-4 മണിക്കൂർ വന്ന് ഞാൻ ഉറങ്ങി പിന്നെ എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഗ്ലിച്ചസ് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാവാം എനിക്ക് എന്റെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കാം ഈ പറയുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ എവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾ എവിടെയോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ, പിന്നെ എനിക്ക് ഇത്രയും മിസ് ചിന്തിക്കുന്ന പോലെ ഒന്നും എനിക്ക് ചിന്തിക്കാൻ അതുപോലെ എനിക്ക് ഇത്രയും ടൈം പീരീഡ് എനിക്ക് ചിന്തിക്കാനും അറിയില്ല. 10 monthsന് ശേഷം എന്തായിരിക്കും എന്ന് അത് ഞാൻ പറഞ്ഞു. അതൊക്കെ എന്റെ നെഗറ്റീവ് ആണ്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ്
കുറച്ചും കൂടി നമുക്ക് പ്ലാൻ ചെയ്ത് കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലി നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ നിനക്ക്? മനസ്സിലായോ മിസ്സിന്? പക്ഷെ ആ സംഭവം എനിക്കില്ല. എനിക്ക് അത്രയ്ക്കും ചിന്തിക്കാന്ന് പറയുന്നത് എനിക്ക് സ്ട്രെസ്സാണ്. അയ്യോ, അത്രയും കാലഘട്ടത്തേക്ക് എന്റെ മൈൻഡ് പോവില്ല. എനിക്ക് ഇറ്റ്സ് മച്ച് മോർ ഓഫ് ലൈക്ക് ഓക്കെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും അൺസർട്ടനിറ്റി വന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് എന്റെ PG കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നെറ്റ് ക്വാളിഫൈ ചെയ്യണം, JRF എടുക്കണം. അപ്പൊ ഒരു 1 ഇയറോളം എനിക്ക് ഈ പറയുന്ന ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം തന്നെയായിരുന്നു. എന്താണ്, എവിടെ എനിക്കിനി എങ്ങനെ എനിക്ക് കിട്ടും, നെറ്റ് മാത്രം ക്വാളിഫൈ ചെയ്തിട്ട് കാര്യമുണ്ടോ? പക്ഷെ അന്നും ഞാന് മുറുക്കെ പിടിച്ചത് ലൈക്ക് സംവേ ഓർ അതർ ലൈക്ക് ഈ ഒരു ബിലീഫാണ്. ആ ബിലീഫ് തന്നെയാണ് എവിടെയോ ഇപ്പൊ കറന്റ്ലി ഞാൻ ഗോ ത്രൂ ചെയ്യുന്ന എന്റെ ലൈഫിലേക്ക് വന്നെത്തിച്ചത് ആ ബിലീഫാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചും കൂടി നമുക്ക് ഈ പറയുന്ന ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി സ്ട്രാറ്റജിക്കലി നമുക്ക് കുറെ കാര്യങ്ങൾ ചിന്തിച്ച് പ്ലാൻ ചെയ്യാനും പറ്റും. സോ വി നീഡ് സ്ട്രെസ്, ബട്ട് ഹൗ വി ഹാൻഡിൽ ഇറ്റ് എന്നുള്ളതാണ് ചോദ്യം. മൈ ഗോഡ്, എനിക്കെന്താന്ന് വെച്ചാല് എനിക്ക് സ്ട്രെസ് ചെയ്ത് ലൈക്ക് ഒരു പോയിന്റില് എനിക്ക് ഓർമ്മയുണ്ട്, മേ ബി ലാസ്റ്റ് ഇയേഴ്സ് സംതിങ് ഭയങ്കര സ്ട്രെസ് എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ദിസ്. ഇത്രയും സ്ട്രെസ് എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ദിസ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് എസ്പെഷ്യലി എനിക്ക് എന്റെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ലൂപ്പിൽ നിന്ന് പുറത്തായിട്ടില്ല. ലൈക്ക് ഇഫ് ഐ ഹാവ് എ ഡെഡ് ലൈൻ, എനിക്കൊരു ഡെഡ് ലൈൻ ഉണ്ട്. ഞാനത് മോസ്റ്റ്ലി ഞാനൊരു ഡെഡ് ലൈൻ ആക്ച്വലി മീറ്റ് ചെയ്തിട്ട് കുറെ കാലമായി. എന്തെങ്കിലും ഒരു വർക്ക് കൃത്യം ആ ഡെഡ് ലൈനിന്റെ സമയത്ത് ഫിനിഷ് ചെയ്തിട്ട് കുറെ നാളായി. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഒരു ഡെഡ് ലൈനിലൊക്കെ വെച്ച് തീർക്കുന്നാറുള്ളൂ. അപ്പൊ അതിന്റെ ആ ഡെഡ് ലൈൻ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വരുമ്പം ഞാൻ എനിക്ക് സ്ട്രെസ് കാരണം എനിക്ക് വർക്കും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ വർക്ക് ചെയ്യുമ്പോ സ്ട്രെസ് അടിക്കും. അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക്. മറ്റേ എങ്ങനെ ഇപ്പൊ പറയാ, നമ്മൾ വർക്ക് ചെയ്തോണ്ട് ലൈക്ക് രാത്രി ഉറങ്ങാൻ നേരത്ത് ഉറക്കത്തിന്റെ ഇപ്പഴല്ല കുറച്ച് നാൾ മുമ്പ് രാത്രി ഉറങ്ങാൻ നേരത്ത് ഉറക്കാൻ ടൈമിൽ മൊത്തം ഈ വർക്കിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇത് ചെയ്തില്ലല്ലോ എന്ന്. വർക്ക് ചെയ്യാനിരിക്കുമ്പം ഇപ്പൊ ഉറങ്ങാതിരിക്കുന്നതിന്റെ ഉറക്കത്തിന്റെ ക്ഷീണമായിരിക്കും. അപ്പൊ വർക്ക് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡെഡ് ലൈൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഇതിങ്ങനെ മൈൻഡിൽ കടന്ന് ഭയങ്കര എന്നിട്ട് ഞാൻ മിക്കവാറും ഡെഡ് ലൈൻ ഞാൻ എന്തെങ്കിലും അത് ചെയ്തിട്ടുണ്ടാവില്ല. മോസ്റ്റ്ലി ചെയ്തിട്ടുണ്ടാവും. സോ ഐ വാസ് ഇൻ ദാറ്റ് ലൂപ്പ്. ഞാൻ ഒരു ലൂപ്പിനകത്തായിരുന്നു. അപ്പൊ ഇതെന്താണെങ്കിലും ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതിന്റെ പുറത്താണ് ഞാൻ ഫസ്റ്റ് ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്. ലൈക്ക് ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ആ ഒരു സ്ട്രെസ്സും ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ള ഒരു ഇതിന്റെ പുറത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്. അപ്പം ലൈക്ക് ഈ സ്വാതി പറഞ്ഞ പോലെ തന്നെ എനിക്കും ആ ഒരു സ്ട്രെസ് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ലൈക്ക് ആ സ്ട്രെസ്. പക്ഷെ ഞാനത് എക്സ്പീരിയൻസ് സ്വാതി ലൈക്ക് യുവർ മേ ബി വൈസ് എന്ന് പറയാം. ആ സ്ട്രെസ് ആദ്യമേ വേണ്ട എന്ന് സ്വാതി തീരുമാനിച്ചു. ആൻഡ് യു ആക്റ്റഡ്ലി ലൈക്ക് ഐ ഹാവ് എക്സ്പീരിയൻസ് ദാറ്റ് എക്സ്ട്രീമിറ്റീസ് ഓഫ് സ്ട്രെസ് ഇൻ മൈ ലൈഫ്. ആൻഡ് എന്നിട്ടാണ് ഞാൻ ഓക്കെ ഇത് ശരിയാവില്ല, ഇതെന്റെ ലൈഫ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മീ എന്ന് തീരുമാനിച്ചിട്ടാണ് ഐ സ്റ്റാർട്ടഡ് ടാക്ലിങ് ഇറ്റ്. ലൈക്ക് ഐ ട്രൈ. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മള് കുറച്ച് ബിഫോർ ഹാൻഡ് പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കാര്യത്തിലും എനിക്കറിയില്ല വെദർ ദിസ് വർക്ക് ഓർ നോട്ട്. ബട്ട് ഇപ്പൊ എന്നെ പോലെ ഒരാളെ സംബന്ധിച്ച് എപ്പോഴും നമ്മള് കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പൊ ഒരു ഡേ മേ ബി ഒരു ബിസി ഡേ ആണെന്ന് വിചാരിക്കും. ഒരു ബിസി ഡേ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആണെങ്കിൽ മേ ബി ഇപ്പൊ നാളെ ഒരു ഹെക്ടിക് ഡേ ആണെന്ന് വിചാരിക്കുക. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഫോർ മേ ബി ദ ഡ്രസ് ദാറ്റ് നമ്മൾ ഇടാമോ ഡ്രസ് അയൺ ചെയ്ത് തേച്ച് വെക്കുക, അല്ലെങ്കിൽ ആ ഡേക്കുള്ള ഒരു പ്ലാൻ, രാവിലെ എന്തൊക്കെ ചെയ്യും എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളൊരു കാര്യം. അത് അതേപടി പോകണം എന്ന് വാശി പിടിക്കരുത്, റിജിഡിറ്റി പാടില്ല. പക്ഷെ ചെറിയൊരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒരു ഡേയുടെ കാര്യമാണെങ്കിലും അതല്ല, ഫ്യൂച്ചറിലേക്ക് എന്തൊരു കാര്യത്തിനായിക്കോട്ടെ ഒരു ചെറിയൊരു സംതിങ്, എല്ലാം അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിക്കല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഓക്കെ ഇത് എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ള ഒരു രീതിയിലെങ്കിലും ഒരു അവയർനെസ് ഉണ്ടായിരിക്കുന്നത് മേ ബി ഞാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത പോലത്തെ അത്രയും സ്ട്രെസ് ഫീൽ ചെയ്യാതിരിക്കാൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എക്സാക്ട്ലി.
true. അതാണ് ലൈക് ഇതിന് എന്തൊക്കെയോ ഒരു വാക്കുകളൊക്കെ ഉണ്ട്, പ്രോ സ്ട്രെസ് യൂ സ്ട്രെസ് എന്നൊക്കെ Oh പറഞ്ഞിട്ട്. my God. ലൈക്ക് ഞങ്ങളുടെ ബി.എഡിന് ഇങ്ങനെ ഇതുമായിട്ട് റിലേറ്റഡ് എന്തോ ഒരു Mm, mm. സെമിനാർ ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ഇങ്ങനെ പറയുമായിരുന്നു, സം സ്ട്രെസ് ഇസ് ഗുഡ് ആൻഡ് സം സ്ട്രെസ് ഈസ് നീഡഡ്. കുറച്ച് Yeah. സ്ട്രെസ് ഇസ് ഫൈൻ, Mm. പക്ഷെ അത് എക്സ്ട്രീം ആവാൻ പാടില്ല. കുറച്ച് സ്ട്രെസ് ഉള്ളപ്പം വിൽ ബി ബീങ് പ്രൊആക്റ്റീവ് ടുവേർഡ്സ് സ്ട്രെസ് ഇസ് ഗുഡ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് പ്രൊആക്റ്റീവ് ആയിട്ടിരിക്കും. ഇറ്റ് വിൽ ഗിവ് യു പീസ്, ഇറ്റ് വിൽ ഗിവ് യു, എന്നാൽ അതേസമയം നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും, Right. ഇറ്റ് വിൽ ബി ഫൈൻ എന്നുള്ള ഒരു രീതിയുണ്ട്. Mm, സോ ദാറ്റ് വർക്ക്സ്, ഐ തിങ്ക് ദാറ്റ് വർക്ക്സ് ഫോർ എല്ലാവർക്കും വർക്ക് ചെയ്യേണ്ടതാണ് അതെ എല്ലാവർക്കും നോക്കേണ്ടതാണ്. തോന്നുന്നു. പിന്നെ ഈ പിന്നെ സ്ട്രെസ് ചിലപ്പോ നമുക്ക് റിലീവ്ഡ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം അതും വേറെയാണ്. ഇപ്പം നമ്മളൊരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്തില്ലെങ്കിലും ഇപ്പൊ ഞാൻ മിസ്സിനോട് വളരെ കുഞ്ഞിയൊരു കാര്യം പറയാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഓരോ ദിവസവും 4 അവർ ഉണ്ടെങ്കിൽ 4 അവറിലും ഞാൻ എപ്പോഴും ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ അറ്റ്ലീസ്റ്റ് ഒരു പകുതി എത്തിക്കാനോ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കുറച്ച് ടെൻഷൻ ഉള്ള ഒരു കാര്യം. കാരണം എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഈ ഹറിബറി ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല നമ്മുടെ കോളേജില്. ഓക്കെ, ഈ പറഞ്ഞ പോലെ എനിക്ക് ആ ഹറിബറി ആയി അവസാനം അവർക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. പിന്നെ നമ്മള് എന്തോ ഒരു ഡിസോറിയന്റഡ് ആവും. അപ്പം എനിക്ക് എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ തലേ ദിവസം ഞാൻ ഇങ്ങനെ ടൈം ടേബിൾ നോക്കി, അതെല്ലാ ടീച്ചേഴ്സും ചെയ്യുന്ന, ഞാൻ വലിയ മഹത് വ്യക്തി പോലെ പറയണതല്ല, എല്ലാവരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാനത് ഐ മേക്ക് ഷുവർ ദാറ്റ് ഞാൻ തലേ ദിവസം തന്നെ അത് വായിക്കും എന്നുള്ളത് ഇപ്പൊ എന്റെ ഒരു ഭയങ്കര പ്രയോറിറ്റി ആണ്. തലേദിവസം ഞാനത് വായിച്ച് പഠിച്ചിട്ടേ ഞാനത് പ്രോപ്പറായി പഠിച്ച് പ്രോപ്പറായി പ്രിപ്പയർ ചെയ്ത് വരാന്ന് പറയുന്നത് ഞാനൊരു പ്രയോറിറ്റി ആക്കി വെക്കും. അപ്പൊ 4 അവേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 4 വിഷയങ്ങളായിരിക്കാം. പക്ഷെ അത് കഴിയുന്ന വരെ എനിക്ക് ഒരു സാധനമുണ്ട്. അത് കഴിഞ്ഞ് കിട്ടുമ്പോ കഴിയുന്ന വരെ എനിക്കൊരു കൈൻഡ് ഓഫ് കഴിയണം, എനിക്കത് ഫിനിഷ് ചെയ്യണം. പ്രോപ്പർലി അത് ചെയ്ത് കഴിയുന്നതിന്റെ ഒരു യെസ് എക്സാക്ട്ലി. നമ്മൾ പ്രോപ്പർലി അത് ചെയ്ത് തീർക്കുന്നതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം. അത് ആ ക്ലാസ് കഴിയുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു ഫീല്, സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് അത് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ചെയ്യണേ. കഴിഞ്ഞ കൊല്ലമൊന്നും ഞാൻ ഇത്രയ്ക്ക് സിസ്റ്റമാറ്റിക് ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി നമ്മൾ ഈ എക്സ്പീരിയൻസ് കൂടുന്നതിന്റെ ആവാം. ഓൾമോസ്റ്റ് ഞാൻ 1.5 years ആയല്ലോ, അപ്പം 2 years ആവാറായി. അപ്പൊ മേ ബി അതിന്റെ ആയിരിക്കാം. മേ ബി കുറച്ചും കൂടി എനിക്ക് ആ സിസ്റ്റമാറ്റിക് ആയി എനിക്ക് മറ്റേത് എനിക്ക് ഒരു വിഷയം പഠിക്കുമ്പോഴേക്കും ഐ യൂസ് ടു ഗെറ്റ് എക്സോസ്റ്റഡ്. അപ്പൊ ഐ ബി ലൈക്ക് അയ്യോ അടുത്ത ദിവസം ഇനി ബാക്കി അങ്ങനെയായിരുന്നു ഞാന്. ഇപ്പൊ എനിക്ക് ആ 3 വിഷയം എനിക്ക് വേഗം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ക്ലാസ്സിലായാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരോടായാലും ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി എന്നുള്ള ഹോപ്പ്ഫുള്ളി ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, അതൊരു കുഞ്ഞ എക്സാമ്പിൾ ആണ് ഞാൻ മിസ്സിനോട് പറഞ്ഞത്. അത് ഫിനിഷ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനം, അതും ഒരു പാർട്ടാട്ടോ. ഈ 6 months ഞാൻ അച്ചീവ് ചെയ്തൊരു കാര്യമാണ്. നോ മാറ്റർ ഹൗ ബാഡ് ദ ഡേ ഇസ്, മനസ്സിലായില്ലേ? എന്തോ ഒരു സാധനം ഫിനിഷ് ചെയ്യുന്നു എന്ന് പറയുന്നെങ്കിൽ തോന്നുന്നു ഹ്യൂമൻ ബീങ്സിന്റെ ഒരു നേച്ചർ ആണെന്ന് തോന്നുന്നു മിസ്സേ. അത് മിസ്സും അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു സാധനം ഫിനിഷ് ചെയ്യുന്നു എന്ന് കാണുമ്പോ എന്തോ ഒരു സമാധാനം നമുക്ക് കിട്ടുന്നുണ്ട്. എന്താന്ന് എനിക്കറിയില്ല. അത് അല്ലെ, അത് എന്തോ ഒരു സാധനം ഉണ്ട് നമുക്ക്. അതെനിക്ക് തോന്നുന്നു ഹ്യൂമൻ ബീങ്സ് ഇവോൾവ് ചെയ്ത് വരുമ്പോ അതൊക്കെ ആയിരിക്കും. നമ്മളിപ്പോ പൂർവികരുടെ കാര്യമൊക്കെ നോക്കുമ്പോ എന്താ, ലൈക് ദേ മൈറ്റ് ബി ഹാവിങ് സർട്ടൻ സ്ട്രാറ്റജീസ് അല്ലെ. അവർക്ക് ചിലപ്പോ ഹണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഫുൾഫിൽ ചെയ്യണം, അവർക്ക് ആ ദിവസം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അവര് ലൈക് അവർക്ക് ജീവിച്ചു പോവാൻ അവർ അവരുടേതായിട്ട് സ്ട്രാറ്റജീസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതന്നെയായിരിക്കും നമ്മളുടെ ബ്രെയിനിലും അത് വന്നിട്ടുണ്ടാവാം. അതായത് നമ്മൾ ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സാധനത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആയിരിക്കും. ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ടിനോട് ചിലപ്പോ സംസാരിക്കുന്ന, ഇന്ന് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ സംസാരിക്കുന്ന തീരുമാനിച്ച് ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലായിരിക്കാം. യു വിൽ ഫീൽ ബെറ്റർ. ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ റൈറ്റ്. അതെ അതുണ്ടാവും. കാരണം നമ്മുടെ ഒരു വർക്ക്, നമുക്കൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്ന് അറിയാം. അതേസമയം ഇത് പെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത് സ്ട്രെസ്സാണ്. എനിക്ക് നല്ലോണം അറിയാതെ വലിയ സ്ട്രെസ്സാണ്. അപ്പൊ ചെയ്ത് തീർക്കുമ്പോ ലൈക്ക് വൺ തിങ് ടിക്ഡ് ഓഫ്. നമ്മളെ ടു ഡൂവില് ഒരെണ്ണം ടിക്ക് ചെയ്ത് അത് ഫിനിഷ് ചെയ്യുമ്പോ ലൈക്ക് ഇറ്റ് ഈസ് ഗുഡ്. എക്സാക്ട്ലി. ഇറ്റ് ഫീൽസ് ഗുഡ്. യെസ്. ഓ മൈ ഗോഡ്, ലോങ് എപ്പിസോഡ് ആയിരുന്നു.
We started അതെ off with the catching എന്നാ up നമുക്ക് വൈൻഡപ്പ് episode. ചെയ്താലോ? Yeah. We started up with the catching up, but എന്തൊക്കെയൊക്കെയോ ultimately, പറഞ്ഞല്ലേ, എന്താ പറഞ്ഞത്? I think, but it's a nice episode. സ്ട്രെസ്സോ എന്ത് ലൈഫ് ഗോൾസോ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. അതെ, അപ്പൊ നമ്മളൊരു കാച്ചിങ് അപ്പ് ആയി, നമ്മുടെ ഒരു വൈബ് തിരിച്ചു വന്നു അല്ലേ? തിരിച്ചു വന്നു. ഓക്കെ, Yes, അപ്പം yes. ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ ഓഡിയോ ഫോർമാറ്റ് സ്പോട്ടിഫൈയിൽ ഉണ്ടാവും, വീഡിയോ ഫോർമാറ്റ് യൂട്യൂബിൽ ഉണ്ടാവും. രണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഡു ലീവ് കമൻസ്, ഡു DM us, ആൻഡ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. സോ അതൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു Yes. സോ മച്ച് ഫോർ ലിസണിങ്. ഇത്രയും നേരം, എനിക്ക് അറിഞ്ഞോട്ട് എത്ര നേരം ഉണ്ടാവും, അഗെയിൻ 40 minutes 50 minutes ഒക്കെ ഉണ്ടാവും തോന്നുന്നു. സോ ഇത്രയും Yes. നേരം കേട്ടതിന് ഒത്തിരി താങ്ക്സ്. വിൽ ബി ബാക്ക്. അതെ, ഉടനെ നമ്മള് തിരിച്ചു വരും. ഉടനെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ. Yes. Bye. Thank you. Bye.